ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇല്ലില്ല, ചവിട്ടില്ല. ചെറിയൊരു ടെൻഷനുണ്ടോ? ഇല്ലില്ല. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? LDF സ്ഥാനാർത്ഥി ആരിഫ് നമുക്കൊപ്പം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കയറിയിട്ടുണ്ടോ? എന്താ കയറിയിട്ടുള്ളത്? പണ്ട് അത് കാശ്മീരിൽ പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. റൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, പഠിച്ചിട്ടില്ല. കുതിരപ്പുറത്ത് ഇങ്ങനെ ആരിഫ് വരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ, ഭയങ്കര രസമായിരിക്കുമല്ലോ. പെൺകുട്ടിയൊക്കെ ഇങ്ങനെ സിനിമയിൽ വരുന്ന പോലെ ഇരിക്കും. നമ്മുടെ അല്ലേ പാട്ടൊക്കെ നമ്മുടെ ഇതിനകത്ത് പടം കിടപ്പുണ്ട്, കുതിരപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ എന്നെ ഒന്ന് താഴെ ഇറക്കുവോ? പിന്നെന്താ? ആരിഫിനെ ആലപ്പുഴക്കാരനെ താഴെ ഇറക്കത്തില്ല എന്നതാണ് CPM-ന്റെ ഇടതുമുന്നണികളുടെ ഒക്കെ ഒരു പ്രതീക്ഷ. പക്ഷെ എന്നെ കുതിരപ്പുറത്ത് താഴെ ഇറക്കണം. ആ ഉത്തരവാദിത്വ സ്ഥാനാർത്ഥിക്കുള്ളതാ. പക്ഷെ പിടിച്ചാൽ മതി, ബൈക്ക് പിടിച്ചാൽ മതി. താങ്ക് യു. അപ്പോൾ ഞാനൊന്ന് താഴേക്ക് ഇറങ്ങാം. നമുക്ക് ചില കാര്യങ്ങൾ ആരിഫ് MP യോട് ചോദിക്കാനുണ്ട്. മത്സരം തീപാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ മത്സരം പൊടി പിടിക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ആരിഫ് MP യോട് ചോദിക്കണം. അപ്പോൾ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. ഞാനൊന്ന് ഇറങ്ങാം. ഓക്കെ ജാക്കി കണ്ട സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സുന്ദരനായ സ്ഥാനാർത്ഥിയാണ് താങ്കൾ കാണുന്നത് കേട്ടോ. ആരിഫ് MP. ആലപ്പുഴയാണ് നമ്മൾ. ഇതിൻ്റെ പേര് ജാക്കി എന്നാണ്. ഞങ്ങൾ കണ്ടോ സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം നമ്മൾ യാത്ര തുടങ്ങിയത് കോട്ടയത്തു നിന്നാണ്. നമ്മുടെ മാണി സാറിൻ്റെ ചിഹ്നമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി യാത്ര തുടങ്ങിയതാണ്. അങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ സന്ദർശിച്ച് വരിക നമ്മൾ. അപ്പോൾ നമുക്കെന്താ കൊണ്ടിരിക്കാം. അപ്പോൾ ശരി, ഞങ്ങളിവിടെ വരാം. അപ്പം ഇവിടെ നിൽക്കട്ടാ. ചായ കുടിക്കുമോ ഇന്ന് രാവിലെ? ഇന്നും പോലും നോമ്പ്. അപ്പം നമ്മളുടെ ഒരവസരം നഷ്ടപ്പെട്ടു. അപ്പം ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് കഴിയുന്ന ഘട്ടത്തിൽ ഒരു ചായ തരണം. തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ റിസൾട്ട് വരുമ്പോൾ നോമ്പായിരുന്നു. അപ്പം ഞാൻ ഓപ്പൺ ജീപ്പിലോട്ട് കയറി. ഈ ഞങ്ങളുടെ ഒരു പ്രധാന പള്ളിയുണ്ട്, മസ്താൻ പള്ളി. മസ്താൻ പള്ളിയുടെ മുൻവശത്ത് എത്തിയപ്പോൾ പങ്കുവിളിച്ചു. അപ്പോൾ നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ വീണ്ടും നോമ്പ് തുറന്നു അല്ലേ? അതുകൊണ്ട് ഇന്ന് രാവിലെ ആരിഫ് MP-ക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ. നല്ല ഭക്ഷണപ്രിയനാണ് പൊതുവെ അല്ലേ? ഭക്ഷണം കുറച്ചേ കഴിക്കത്തുള്ളൂ. പക്ഷേ എല്ലാ ടേസ്റ്റും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ ബഹു രുചികൾ ആസ്വദിക്കുന്ന ആളാണ്. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം. നമുക്ക് നല്ലൊരു ഭക്ഷണത്തിന് അവസരം നഷ്ടപ്പെട്ടു. ഡൽഹിക്ക് കൊണ്ടുപോകും. മീൻ ഡൽഹി കൊണ്ടുപോകും. കരിമീൻ, വരാല്, പിന്നെ നമ്മുടെ കണമ്പ്, നല്ല ഇവിടുത്തെ കണമ്പ്, ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി ഡൽഹി കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ഉണ്ട്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരും വിളിക്കാം. ഭക്ഷണത്തിന് എന്ത് രാഷ്ട്രീയം? എല്ലാവരും വിളിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് കേരളത്തിന്റെ രുചി എന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ കൊണ്ടുവരുമ്പോ ഇന്ന് ബാഗ് വന്നില്ലെന്ന് ചോദിക്കും ഓരോരുത്തര്. മീനിന്റെ ബാഗ് വന്നില്ല, ഞാനാ കൊണ്ടുപോകും. ഓക്കെ. നമ്മളുള്ളത് ആലപ്പുഴയിലും മുല്ലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ആലപ്പുഴ നഗരസഭയുടെ തണ്ണീർപ്പന്തൽ. കുറച്ച് കാലമായിട്ടുണ്ടോ ഇത്? കുറച്ച് ഈ വേനൽക്കാലത്ത് എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതുപോലുള്ള ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി ആളുകൾക്ക് നല്ല കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നഗരസഭ തന്നെ തണ്ണിമത്തം കൊടുക്കും. ഈ ചൂടത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? വലിയ പാടാണ്. തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൂടി വരികയാണ്. പല പ്രചരണങ്ങൾ ഞാൻ കേട്ടു. അപ്പോൾ അതിൽ ഒരു പ്രചരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് പോയ ഏക ഇടതുപക്ഷ MP എന്ന നിലയിൽ അങ്ങയുടെ പാർലമെൻറ്റിലെ പ്രകടനത്തെക്കുറിച്ച് വലിയ തർക്കമൊന്നുമില്ല. പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിൽ ഈ MP എന്ത് കൊണ്ടുവന്നു? ഫ്ലൈ ഓവർ കൊണ്ടുവന്നത് KC വേണുഗോപാലാണ് എന്നൊക്കെയാണ് ഇന്നലെ ചർച്ചയിൽ ആൾക്കാർ പറഞ്ഞത്. അല്ല, ഞാൻ KC വേണുഗോപാലിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. വർഷങ്ങളായി ഒരു 40 വർഷത്തെ ചരിത്രമുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ആരംഭിച്ച ചരിത്രമാണ് ഇതിനുള്ളത്. ഇങ്ങനെ പല ഘട്ടങ്ങൾ പലതവണ ഒരു 5-6 കല്ലിന്റെ പേരിൽ പലരായിട്ടുണ്ട്. കല്ലെല്ലാം അവിടെ കിടപ്പുണ്ട്. ആ കല്ലൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു ബൈപ്പാസ് ഉണ്ടാക്കാം. അവസാനം പിന്നെ നിതിൻ ഗഡ്കരി വന്നതിന് ശേഷമാണ് കല്ലിട്ടത്. സ്റ്റേറ്റും സെൻട്രലും കൂടെ ചേർന്നുള്ളൊരു പ്രോജക്റ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പകുതിയാണ്. ആ പകുതിയിൽ ഇപ്പോൾ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു 10% അതിൻ്റെ പില്ലറിൽ പോലും വർക്ക് തുടങ്ങിയിട്ടില്ല. ബാക്കിയെല്ലാം യഥാർത്ഥത്തിൽ ആ വർക്ക് ഒരു 85% അത് 90% അതിൻ്റെ വർക്ക് നടത്തിയത് നമ്മുടെ G. സുധാകരൻ എന്ന് പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വിൽ പവർ കൊണ്ടാണ്. അത് സമ്മതിച്ചേ വരുന്നത്. പക്ഷെ ഞാൻ വരുമ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചാൽ 2019 ഞാൻ അതിൻ്റെ പൂർവ്വ അവകാശങ്ങളൊന്നും എനിക്കില്ല. 2019 ഞാൻ വരുമ്പോൾ 1.5 കൊല്ലക്കാലമായി മുടങ്ങിക്കിടക്കണം. അതിൻ്റെ പേപ്പർ കട്ടിങ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാനൊരു രേഖ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലമായി കിടക്കും. ജസ്റ്റ് റെയിൽവേയുടെ മാനദണ്ഡം അനുസരിച്ചല്ല നാഷണൽ ഹൈവേ ഗർഡർ സ്ഥാപിക്കാനുള്ള പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ.
നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് ഞങ്ങൾ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള തർക്കം മൂത്ത് ചെന്നൈ IITക്ക് വിട്ടു. IIT പറയുന്നു NHI ചെയ്തതിൽ തെറ്റില്ല എന്ന്. റെയിൽവേ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഈ പ്രശ്നത്തെ കൂടി ഇനി അടുത്തത് നാഷണൽ ഹൈവേ അപ്പീൽ അടുത്ത ഫോറത്തിൽ പോകാൻ പോവാണ്. ഈ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പോയാൽ പിന്നെ ഒരു 10 കൊല്ലം കൂടെ പോകും. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ തർക്കം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ റോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവകാശവാദം പദ്ധതി കൊണ്ടുവന്ന പക്ഷെ പദ്ധതി നടപ്പിലാക്കാൻ നീണ്ടുപോകുമായിരുന്ന പദ്ധതി വേഗത്തിലാക്കി. അത് അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇതിന് അനാവശ്യമായ പ്രതിത്വം ഏറ്റെടുക്കാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിലുള്ള സംശയം അപ്പോൾ അത് വന്ന് 2 കൂട്ടരും കൂടി ഇരുത്തി മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കൂടി നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തി മണിക്കൂറോളം ചർച്ച ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, ഇത് ഏതൊക്കെ പ്രീവിയസ് എക്സ്പീരിയൻസ് വല്ലതുണ്ടോ നോക്കിയപ്പോൾ ചാക്കയിലുണ്ട്, അപ്പോൾ പലയിടത്തുണ്ട്. അപ്പോൾ ആ അത്തരം ഡിസ്പ്യൂട്ടുകൾ എങ്ങനെ സോൾവ് ചെയ്തോ ആ മാതൃകയിൽ ഇത് സോൾവ് ചെയ്ത് വേഗത്തിലാക്കി. ഈ ഇടതുമുന്നണി ക്യാമ്പിൽ നിൽക്കുന്ന സമയത്തും ആരിഫ് എംപി ഒരു വിശ്വാസയത്തിന് തുടരുന്നു. ഇപ്പോൾ നോമ്പെടുക്കുന്ന ഒരു ഇടതുമുന്നണി പ്രവർത്തകനാണ്, ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇത് ആലപ്പുഴ പോലൊരു മണ്ഡലത്തിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല, അതൊന്നുമില്ല. നമ്മൾ വിശ്വാസം നമ്മുടെ വിശ്വാസമാണ്. ഒരിക്കലും മറ്റു മതങ്ങളെ എന്തെങ്കിലും അവർക്ക് ആ മതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ വിവേചനത്തോട് പെരും ഞാനെല്ലാ ആരാധനാലയങ്ങളും പോകുന്നയാളാണ്. അതെ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഓച്ചറയിൽ ചെന്ന് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് ഓച്ചറയായിരുന്നു അന്ന്. അപ്പോൾ അവിടെ ഒരു 100-300ഓളം പേര് പാർട്ടി പ്രവർത്തകർ LD പ്രവർത്തകരും വന്നു. ഓടി വന്ന് മുല്ലപ്പൂമാല മറ്റ് ഷോള് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കൊച്ചമ്പലമുണ്ട്. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ആ കൊച്ചമ്പലത്തിൽ അവിടുത്തെ പൂജാരിയായിട്ട് നിൽക്കുന്ന LC മെമ്പറാ. അപ്പോൾ സഖാവേ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് വിളിച്ച് വന്ന പാടെ തന്നെ പുള്ളി കുറിയിട്ടു. നമുക്ക് കുറിയിട്ടിൽ നമ്മൾ കയറി അതിനകത്ത് ഞാൻ വരും, എനിക്ക് കുറിയിട്ട് തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പുള്ളി ആ സന്തോഷത്തിലങ്ങ് ചെയ്തതാണ്. അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഞാൻ 3ാമത് അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു അമ്പലത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് സമയത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അന്ന് ഈ ഹോളി പോലത്തെ ഒരു ആഘോഷമുള്ള ദിവസമാണ്. അത് ഇതുപോലെ തന്നെ സംഭവിച്ചു. ഈ ബാൻ സെക്രട്ടറിയാണ് കൊണ്ട് ചെണ്ടയും കൂട്ടി വരുന്നത്. എന്നെ കണ്ട സന്തോഷം ചെണ്ട എടുത്തിട്ട് കഴുത്തിലോട്ട് പോലും തന്നു. ഞാൻ അടിച്ചു, പോളി അടിച്ചു. ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ്. അപ്പോൾ ഇങ്ങനെ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടങ്ങ് പോകും. ഇതെങ്ങനെ ചെയ്തു? ഞാൻ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം ചെയ്തു, സന്തോഷത്തോട് പിരിഞ്ഞു. പിറ്റേ ദിവസം മുതൽ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ലോകം മുഴുവനുള്ള മുസ്ലിം ഗ്രൂപ്പുകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആരിഫ് മതം മാറി, എന്താണ് മുസ്ലിമിന് നിരക്കാത്ത പണി ചെയ്തു, അതുകൊണ്ട് മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് എവിടെ വളരെ സ്പെസിഫിക്കായി മറ്റ് ഗ്രൂപ്പുകളിലേക്കൊന്നും പോകരുത്. കറക്റ്റ് മുസ്ലിം ഗ്രൂപ്പുകളിലേക്ക് ഈ സാധനം കോൺഗ്രസ് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ താങ്കൾക്കെതിരെ വർഗീയ പ്രചരണത്തിന്റെ ഒരു ഭാഗം അത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തോ ബി ജെ പിക്കാർ ഹിന്ദു ഗ്രൂപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 വിജയിച്ചു വന്ന ഉടനെ നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു നല്ല സ്വീകരണം തന്നു. വാളും പരിചയമൊക്കെ തന്നു. 10-75ഓളം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. സ്വീകരണം കഴിഞ്ഞ് പിരിയാൻ നേരം ജനം TV-ക്കാരൻ ഒരു ചോദ്യം, ശബരിമലയിലെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാട് ഈ വമ്പൻ തോൽവിക്ക് കാരണമായിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും നിലപാട് നന്നായി വിശദീകരിച്ചിട്ടുള്ള സ്ഥലത്ത് തോൽവി ഉണ്ടായിട്ടില്ല. അത് വിശദീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ തോൽവി ഉണ്ടാവും. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലാതെ ഒരു യുവതി വന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ സുപ്രീം കോടതി ചോദിക്കും, കഴിവില്ലാത്ത ഗവൺമെൻറ് എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഇത് സുവർണാവസരമായി മോഡി ഉപയോഗിക്കും, പിരിച്ചുവിടും. കോടതി ഉത്തരവനുസരിച്ച് ഞാൻ പിരിച്ചുവിട്ടാന്ന് പറഞ്ഞാൽ പോരെ? കോടതി പറഞ്ഞിട്ട് പിരിച്ചുവിട്ടാന്ന് പറഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും വന്നാൽ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നല്ലാതെ ആരെങ്കിലും വരുത്തിയേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കില്ലായിരുന്നു. പാർട്ടി അവിടെ ഭക്തരെ കയറ്റാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞാൽ എത്രയോ SFI DYFIക്കാരടക്കം ലക്ഷക്കണക്കിന് യുവതിവാക്കൾ അവിടെ വരുന്നില്ലായിരുന്നു. ഞങ്ങൾ ഒരാളോട് പറഞ്ഞോ? ഒരാളോട് പറഞ്ഞില്ല, ഒരാളെ വരുത്താൻ ശ്രമിച്ചില്ല. ഞങ്ങൾ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ആ വീഡിയോ ഉണ്ട്, ഫുൾ വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോയുടെ ആദ്യം പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ശ്രീ എം ആരിഫ് പറഞ്ഞത്, എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആ വ്യത്യാസമൊന്ന് നമുക്കൊന്ന് നോക്കാം. എം ആരിഫ് യഥാർത്ഥത്തിൽ പറഞ്ഞതായി പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോ നമുക്ക് ആദ്യം കാണാം, ഒന്ന് കേട്ടിട്ട്.
ജസ്റ്റ് ഒരു കോൾ പോരെ, ഒറ്റ കോൾ. നാളെ മുതൽ 40 വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ SFIക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കോൾ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് ഏത് പോലീസും പട്ടാളവും പീരങ്കിയും ഉണ്ടല്ലോ. അതായത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നാൽ SFI DYFI പ്രവർത്തകർ വരുമായിരുന്നില്ലേ എന്ന ഭാഗത്ത് വെച്ച് അവർ കട്ട് ചെയ്തു. അവിടെ വെച്ച് നടുക്ക് വെച്ച് കെട്ടി, നെഞ്ചത്ത് വെച്ച് കെട്ടിയാന്നൊക്കെ പറയുന്നില്ല, അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതാണ് ആരിഫ് പറയുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആരിഫ് പറഞ്ഞത് എന്താണ്, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം, അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഒരാളെയും കേട്ടാൻ ഒരു വാശി പിടിവാശിയില്ലായിരുന്നു. അതാണ് ഇത് ഫാക്ട്. ഈ ഫാക്ട് നമ്മൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ഗവൺമെന്റിന് മുമ്പിൽ ഇങ്ങനെ ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തണം, അത്രേ ഉള്ളൂ. അല്ല, കയറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ, അതാണ് കേറ്റാൻ ആഗ്രഹമില്ലായിരുന്നു ഞാൻ പറഞ്ഞത്. കയറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതല്ല, കേറ്റാൻ ആഗ്രഹമില്ലായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വെല്ലുവിളിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒന്നും തീരുമാനമൊന്നും എടുത്തില്ല. അല്ല അത് ഇതിന്റെ ഇടയിൽ 2 പ്രവർത്തനങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, ഇത് അതിനകത്ത് അതാ ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു, തിരുവനന്തപുരത്തൊക്കെ. അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കൂടുതൽ നല്ല നിലയിൽ അത് പറയണമായിരുന്നു. കാര്യം നവോത്ഥാന പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇലക്ഷൻ്റെ ഇടയ്ക്ക്. അതിപ്പോ ഒരു സംഘടനയുടെയും പ്രവർത്തനത്തിന്റെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് സ്വാഭാവികമാണല്ലോ. എല്ലാവരും ഇലക്ഷൻ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടെങ്കിലും ചെയ്തു പോകും. ആ അർത്ഥത്തിൽ പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആരിഫ് പറഞ്ഞത്. പക്ഷേ അതിനെ വളച്ചൊടിച്ച് വർഗീയ പ്രചരണം നടത്തുകയാണ് കോൺഗ്രസും BJPയും എന്നുള്ളതാണ് വളരെ വലിയ ആരോപണം. BJP പിന്നെ അത്തരം പൊളിറ്റിക്സ് ആണ് എപ്പോഴും, അവരുടെ റോൾ അതാണല്ലോ. അതായത് കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി, ഒരു ധ്രുവീകരണം ഉണ്ടാക്കി, അതിൽ ഹിന്ദു വോട്ട് കിട്ടാൻ എത്രത്തോളം പറ്റും അതാണ് അവരുടെ പൊളിറ്റിക്സ്. അത് അവർ ചെയ്യുന്ന മനസ്സിലാക്കാം. ആ വീഡിയോ എടുത്ത് കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കുകയാണ്. ഇപ്പുറത്തായിട്ട് മുസ്ലിം ഗ്രൂപ്പുകളിലേക്ക് വേണ്ടി ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നതെടുത്ത്, മണ്ണറശാല എൻ്റെ മണ്ഡലത്തിലാണ്, പോകാതിരിക്കാൻ പറ്റുമോ? അവിടെ ഒരുപാട് സഹകരിക്കുന്ന ഒരു നല്ല ക്ഷേത്രം ആണ് ഇപ്പോൾ പിന്നെ നമ്മുടെ നവകേരള സദസ്സിന് അവരാണ് ഫുൾ ഫുഡ് കൊടുത്തത് അവിടെയാണ്. ചെട്ടികുളങ്ങര അമ്പലം എൻ്റെ മണ്ഡലത്തിലാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. ആലപ്പുഴയിലാണ് പ്രസിദ്ധമായ മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ എല്ലാ ചടങ്ങുകളിലും എന്നെ വിളിക്കും, പ്രസംഗിക്കും. എനിക്കറിയാവുന്ന മഹാഭാരതം, എനിക്കറിയാവുന്ന രാമായണം. ഞാൻ പറയുന്നത്, തനിക്ക് അവകാശപ്പെട്ട രാജാധികാരം തന്നെ അനുജൻ ഭരതന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ട് 14 വർഷക്കാലം വനവാസത്തിന് പോകാൻ തയ്യാറായ സഹിഷ്ണുതയുടെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ പര്യായപദമാണ് എനിക്കറിയാവുന്ന ശ്രീരാമൻ. എന്നാൽ ആ ശ്രീരാമനെ തന്നെ അധികാരത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ ശ്രീരാമൻ പൊറുക്കുമോ എന്നോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ അതൊക്കെ രാമായണം ഉദ്ധരിക്കും, മഹാഭാരതം ഉദ്ധരിക്കും, അത് ബൈബിൾ ഉദ്ധരിക്കും. ബൈബിൾ വചനങ്ങളിൽ എന്നോട് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ആരിഫ് പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ ബൈബിൾ ഒന്നുകൂടെ വായിച്ചിട്ടേ വരത്തുള്ളൂ. കാര്യം ബൈബിൾ കോട്ട് ചെയ്ത് നമ്മൾ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും വിളിച്ചിരുന്നുള്ള എല്ലാ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു. പക്ഷേ ആരിഫ് എംപിക്ക് അതിനകത്ത് ഒരു ഉത്കണ്ഠയുമില്ല. അതായത് വർഗീയ പ്രചരണം നടത്തുന്നത് ശരിയല്ല, അത് വളരെ ഗുരുതരമായൊരു ആരോപണമാണ്. പക്ഷേ ആ വർഗീയ പ്രചരണം നടത്തുമ്പോഴും ആരിഫ് എംപി അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കില്ല. അതായത് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും നമ്മൾ വിജയിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം ഉള്ളപ്പോഴും പരാജയപ്പെട്ടാൽ ഈ മതേതര മുഖം ഒരു വ്യാജ മുഖമല്ല. അല്ല അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാളെ പോകണമെന്ന് വെച്ചാൽ അവർ വിളിച്ചാൽ അവിടെ പോകും. മണ്ണാർശാല പോകണമെന്ന് വെച്ചാൽ പോകും, അല്ലേ? മുല്ലയ്ക്കൽ അമ്പലത്തിൽ വരണമെന്ന് വെച്ചാൽ വരും എന്നുള്ളത് നമ്മളെ തടയാൻ കഴിയും. ഞാൻ ജനിച്ചു വളർന്ന മണ്ണല്ലേ ആലപ്പുഴ മണ്ണ്, എന്നെ നട്ട് നനച്ച് വളർത്തിയെടുത്ത് ഈ മണ്ണല്ലേ. അതേസമയം തന്നെ നോമ്പ് പിടിക്കുകയും ചെയ്യും. ആ വിശ്വാസത്തിന്റെ ഭാഗമായി പള്ളിയിൽ പോവുകയും ചെയ്യും. വെള്ളിയാഴ്ചകളിലെ നമസ്കരിക്കാൻ വെള്ളിയാഴ്ച പോകത്തില്ല. പിന്നെ നോമ്പ് മാസത്തിൽ മിക്കവാറും നോമ്പ് തുറക്കുന്ന സമയത്തും രാത്രി പ്രാർത്ഥന ഉണ്ടല്ലോ, ഇന്നലെ രാത്രി പ്രാർത്ഥനയ്ക്ക് പോയി. അതൊക്കെ ഞാൻ ചെയ്യും, എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ ഇനി ഒരു ചോദ്യം, ഇന്നലെ തുടങ്ങിയതല്ല, ഇലക്ഷൻ വന്നപ്പോൾ ചെയ്യുന്ന പണിയുമല്ല, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം പാർട്ടിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രമല്ല ആരിഫ് എംപി ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ടു തുടങ്ങിയത്, അതിനു മുമ്പ് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി വന്നിരിക്കുന്ന ആള് തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമേ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, അതിന് നല്ലത് ഉൾക്കൊള്ളാനും ശ്രമിക്കാറുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ KC വേണുഗോപാലാണ് വരുന്നത്. അവസാന നിമിഷമാണ് KC വേണുഗോപാലിൻ്റെ എൻട്രി എങ്കിലും KC വേണുഗോപാലിൻ്റെ വരവോടുകൂടി ആലപ്പുഴയിലെ സംഘടനാ നേതൃത്വം ഒന്ന് ഉണർന്നിട്ടുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് ഉപേക്ഷിച്ചു വരുന്നു എന്നതാണ് ഇപ്പോൾ CPM പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത്. അത് മണ്ഡലത്തിൽ ഏൽക്കാൻ സാധ്യതയുണ്ടോ? അല്ല, പരാജയപ്പെടുത്തേണ്ട പ്രാധാന്യമാണ് ഈ പറയുന്നത്, വേറൊന്നുമല്ല. 5 സീറ്റ് 17 സീറ്റാണ്. അപ്പം 114 സീറ്റിന്റെ കുറവാണ് രാജ്യസഭയിൽ BJPക്കുള്ളത്. ഇനിയിപ്പോൾ അത് 3 സീറ്റായിട്ട് ചുരുങ്ങും.
അദ്ദേഹം ജയിച്ചാൽ ജയിപ്പിക്കരുത് എന്നാണ് CPM-ഉം LDF-ഉം മതേതര വിശ്വാസികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2.5 കൊല്ലക്കാലം BJP-ക്ക് അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും. ആ സമയത്ത് ഒരു അബ്സല്യൂട്ട് ഒരു സീറ്റ് BJP-ക്ക് കൃത്യമായി കൊടുക്കുക എന്ന ഒരു നല്ല ക്ലിയർ കട്ട് അജണ്ടയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അത് ഒന്നുകൂടെ നിങ്ങൾ റെക്കോർഡൊന്ന് പരിശോധിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ രാജ്യസഭയിൽ എത്തിയതിനു ശേഷം എത്ര പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടു എന്നുള്ള കണക്ക് നിങ്ങൾ എടുക്കും. ഒരു 45 പേര് വിട്ടില്ലേ? അപ്പൊ രാജ്യസഭയിൽ ആ പണി ചെയ്തു. ഇനി ഇവിടെ കൂടുന്ന് ജയിച്ചു വന്നാൽ ശശി തരൂരിനെയും അതുപോലെ തന്നെ മറ്റ് കുറച്ച് ലീഡേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കോൺഗ്രസിലുണ്ടല്ലോ. നമ്മുടെ ആസാമിൽ നിന്നുള്ള നേതാവിന്റെ അച്ഛൻ പോയി, ബാക്കി മോനെ പോകുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി അപ്പുറത്തോട്ട് എത്തിച്ചു കൊടുത്തിട്ട് വേണം ഫൈനലി പുള്ളിക്ക് പോകാൻ. അതായത് ശരിക്കും ഇവിടെ മത്സരിക്കുന്നത് രാജ്യസഭയിൽ BJP-ക്ക് സീറ്റ് കൊടുത്തിട്ട് ലോക്സഭയിൽ മത്സരിച്ച ഒരു പക്ഷേ BJP-ക്ക് ബാക്കിയുള്ള സീറ്റുകൾ കൂടി കൊടുക്കാനുള്ള ഒരു കച്ചവടം നടത്തുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? BJP-ക്ക് ഇപ്പൊ അദ്ദേഹം രാജ്യസഭയിൽ ചെന്നതിന് ശേഷം എത്ര പേര് പോയി? കപിൽ സിബലിനെ പോലെയുള്ള ഗുലാം നബി ആസാദിനെ പോലെ തലയെടുപ്പുള്ള നേതാക്കന്മാർ പോലും പോയത് എന്താണെന്ന് നാട്ടുകാർക്കറിയാം. ഇദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്, അല്ലാതെ അവർക്ക് മറ്റ് ഗാന്ധി കുടുംബമായിട്ടൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷെ അപ്പോഴും KC വേണുഗോപാൽ മോദിക്കെതിരെ കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം സഞ്ചരിക്കുന്നു. അത് നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആള് മുഖംമൂടി അണിയുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അതൊരു നല്ല മുഖം. ആലപ്പുഴയിലെ രാജ്യസഭാ സീറ്റ് BJP-യുടെ കയ്യിൽ വെച്ച് കൊടുത്തു എന്നത് വോട്ടർമാർ തിരിച്ചറിയും. കൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല, വോട്ടർമാർ പറ്റത്തില്ല. അതൊരിക്കലും ആലപ്പുഴക്കാർ ചെയ്യത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആലപ്പുഴയ്ക്ക് ഇദ്ദേഹം തോറ്റാലൊരു ഗുണം വെച്ചാൽ 2 MP-മാരെ കിട്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഹൃദയം ഇവിടെയാണ്, എൻ്റെ ശരീരം ഇവിടെയാണ്, എൻ്റെ മനസ്സ് ഇവിടെയാണ് എന്നൊക്കെ പറയുന്നത്. അംഗത്വം രാജസ്ഥാനിലാണ്. അംഗത്വം രാജസ്ഥാനാണ്. അപ്പോൾ ആ ഹൃദയവും മനസ്സും എല്ലാം കൂടെ വിനിയോഗിക്കല്ലോ 2.5 കൊല്ലം കൂടി ആലപ്പുഴയ്ക്ക് വേണ്ടി. ഞാനും വിനിയോഗിക്കാം. എന്തിനാണ് ആലപ്പുഴക്കാരോട് വിരോധം? ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ വഴിക്കും ചെയ്യാം, രാജസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് ചെയ്യാവുന്ന 2 MP-മാരെ കിട്ടുമല്ലോ. മാത്രമല്ല ഭരണഘടന തിരുത്തി എഴുതും എന്നാണ് അനന്ത്കുമാർ ഹെഗ്ഡെ പോലെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന തിരുത്തി എഴുതണമെങ്കിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷവും ആവശ്യമാണ്. അപ്പോൾ രാജ്യസഭയിൽ NDA-ക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടന തിരുത്തി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു കോൺഗ്രസ് MP വേണ്ട, ഇന്ത്യ മുന്നണിയുടെ ഒരു MP രാജ്യസഭയിൽ വേണ്ട എന്നതാണോ നിങ്ങൾ ഉയർത്തുന്ന ചോദ്യം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനൊരാളെ കൊടുക്കാൻ, BJP-ക്ക് ഒരാളെ കൊടുക്കാനല്ലേ ആ ലക്ഷ്യമല്ലേ അത് ഇദ്ദേഹം ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതായത് പരോക്ഷമായി ഭരണഘടനയെ തിരുത്തി എഴുതാൻ കൂട്ടുനിൽക്കുന്നു. കറക്റ്റ്, അതാണ് അതിന് മെയിൻ പോയിന്റ്. അതാണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് ഞാൻ എൻ്റെ ദൗത്യം, എൻ്റെ ബാക്കി നേരത്തെ ദൗത്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത്രയധികം ആളുകൾ അപ്പുറത്തോട്ട് തന്നിട്ടുണ്ട്. 5 കൊല്ലം കൊണ്ട് അത്രയും ആൾക്കാരെ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഒന്ന് ലോക്സഭയിൽ എത്തിയാൽ ബാക്കി കാര്യം കൂടി ഏർപ്പാട് ചെയ്ത് തരാം. BJP-യിലേക്ക് കോൺഗ്രസ് നേതാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു KC വേണുഗോപാൽ. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ മൊത്തത്തിലുള്ള എത്ര പേര് പോയി, ഏതെല്ലാം സ്റ്റേറ്റുകൾ പോയി, ഇതെല്ലാം ഒന്ന് നോക്ക്. അദ്ദേഹത്തിന് വേണ്ടി പോലും കോടതി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലായിരുന്ന മനു അഭിഷേക് സിംഗ് ഹിമാചൽ പ്രദേശ് വക്താവല്ലേ? എങ്ങനെ തോറ്റു? ഹിമാചൽ പ്രദേശ് എങ്ങനെ തോറ്റു? ആ MLA-മാരെയെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞോ? ഇതൊക്കെ സംഘടനാ സെക്രട്ടറി ചെയ്യേണ്ട ജോലിയല്ലേ? നമ്മുടെയൊക്കെ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പാർട്ടി സെക്രട്ടറി വിളിച്ചിട്ടും വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചലിക്കുമോ ഞങ്ങൾ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ആരിഫ് MP നമ്മളോട് പറഞ്ഞു. ഒന്ന്, തനിക്കെതിരെ നടക്കുന്ന വർഗീയ പ്രചരണത്തെക്കുറിച്ച്. രണ്ടാമത്, ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ BJP-ക്ക് റിക്രൂട്ട് ചെയ്ത ആളായിട്ട് മാറുന്നു എന്നുള്ളൊരു ആരോപണം. രാജ്യസഭാ സീറ്റ് BJP-ക്ക് കൊടുക്കുന്നത് വഴി ഭരണഘടനയെ മാറ്റി എഴുതുന്ന BJP ശ്രമത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും കൂടി ഉന്നയിച്ചിരിക്കുകയാണ് ആരിഫ് MP. ഒരു കാര്യം, ഇന്നിപ്പോൾ വീടിന്റെ ഐശ്വര്യം വന്ന് BJP-ക്കാർ എഴുതി വെക്കുന്നതാണ് പലരും പറയുന്നത്. ആണോ? അങ്ങനെയാണോ? അത് ശരി. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ CAA-യുടെ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വന്നു. രാജ്യമെമ്പാടും പ്രതിഷേധത്തിൻ്റെ അലകൾ 2020 ഫെബ്രുവരി മാസം എന്ന വണ്ണം ഉയരുകയാണ്. കേരളത്തിലും ശക്തമായ പ്രതിഷേധമുണ്ടാകും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു. അപ്പോൾ താങ്കളെപ്പോലുള്ളൊരു MP-ക്ക് ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ഇനിയിപ്പോൾ താങ്കൾ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഉത്തരവാദിത്വം ഏറുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും. നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അമിത അധികാരം കൊടുക്കുന്ന ഒരു ഭേദഗതി ഇന്ത്യൻ പാർലമെൻറ്റ് വന്നു. രസകരമായൊരു അനുഭവം ഞാൻ പറയാം. ആ ഭേദഗതിക്കെതിരായി അടിച്ച് കസറിയത് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ മെമ്പർമാരാണ്. ഞാനും പറഞ്ഞു, എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാനും പറഞ്ഞു, ഇത് ബസ് പാസറിന് വരം കൊടുക്കുന്ന പോലെയാണ്, ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ്, ഇത്രയധികം ആളുകൾ കിടക്കുകയാണ് ഈ NIA ഇപ്പം തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി അധികാരം കൂടുതൽ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ വസ്തുവകകൾ കണ്ടുകെട്ടുക, ഏതൊരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന കേസുകൾ സ്റ്റേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ടേക്ക് ഓവർ ചെയ്യുക, ഈ അമെൻമെൻറ്റ്സാണ് വരുന്നത്.
ഇപ്പം ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അടിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തകർത്ത് കളയുമെന്ന് വിചാരിച്ചു. പക്ഷെ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് പറയുകയാണ് NIA കൊണ്ടുവന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ കുഞ്ഞിനെതിരായി ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അവർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. കോൺഗ്രസ് മൊത്തം പ്രതിപക്ഷം ഒന്നാണ്. അപ്പം വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എതിർക്കുന്ന, വോട്ടെടുപ്പ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്പീക്കർ അവിവേചനാധികാരം ഉപയോഗിച്ചു. രഹസ്യ ബാലറ്റ് ഇല്ല, അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ ആകെ എഴുന്നേറ്റ് നിന്നവരുടെ എണ്ണം 6. അതിലേക മലയാളി ഞാൻ മാത്രമാണ്. ഞാൻ എന്നെ കനലൊരു തരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാമെങ്കിൽ ഇച്ചിരി മാനസിക വിഷമം ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന് ഞാൻ വോട്ട് രേഖപ്പെടുത്തി. ഒറ്റയ്ക്കാണെങ്കിലും ഇനിയും എഴുന്നേറ്റ് നിൽക്കും. ഒറ്റയ്ക്കാണെങ്കിലും എഴുന്നേക്കും. അമിത്ഷാ പറഞ്ഞു ലോകം കാണട്ടെ തീവ്രവാദികളെ ആരാണ് സഹായിക്കുന്നത്, ആർക്കൊപ്പമാണ്, തീവ്രവാദികൾക്കൊപ്പം ആരാണെന്ന്. ഞാനേ ഏറ്റവും ഒടുവിൽ അത് തെളിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സായിബാബയെ പുറത്താക്കുന്ന, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് 10 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം പുറത്തു വിടുമ്പോൾ താങ്കൾ എടുത്ത നിലപാട് ശരിയാണെന്ന്. ശരിയാ, 100%. 2000 പേരാണ് ഒരു വർഷം. 2000 പേരാണ് ഉന്നയിച്ചതാണ്. അതുപോലെ സിദ്ദിഖാപ്പന്റെ വിഷയം എത്ര തവണ ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിച്ച ആളാണ്. സ്റ്റാൻ സ്വാമിയുടേത്, സിദ്ദിഖാപ്പൻ്റെ, ഇതെല്ലാം ഒരിക്കലും ഒരു മതപരമായ ഇതുകൊണ്ടല്ലല്ലോ. സ്റ്റാൻ സ്വാമിയെ പോലുള്ള 85 വയസ്സ് കഴിഞ്ഞ. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഒരു മുസ്ലിം പേര് വേണം എന്ന നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് കൊണ്ടുപോകുന്നത്. താങ്കളൊരു മുസ്ലിം നാമധാരിയായ MP ആണ്, പക്ഷേ മുസ്ലിം വിശ്വാസി കൂടിയാണ്, ഇസ്ലാം വിശ്വാസി കൂടിയാണ്, പക്ഷേ മതേതരവാദിയുമാണ്. അപ്പോൾ താങ്കൾ ലോക്സഭയിൽ എത്താതിരിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒരു അജണ്ടയായി വെക്കുന്നു, ഷാഫി പറമ്പിലിനെ അവിടെ എത്തിക്കുക എന്നൊരു അജണ്ടയാക്കി വെക്കുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ കാര്യം മൊത്തത്തിൽ നമ്മുടെ പാർലമെൻറ്റിലെ റെപ്രസെൻറ്റേഷൻ മുസ്ലിം ജനതയുടെ ആനുപാതികമായ ഒരു അളവിലേക്ക് എത്തുന്നില്ല. വളരെ കുറവ് MP-മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആകെ 12-18 MP-മാരാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ ന്യൂനപക്ഷ MP-മാർ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യമല്ലേ? അല്ല, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാറില്ല. സാധാരണഗതിയിൽ എത്രയോ ന്യൂനപക്ഷ മെമ്പർമാരെ മത്സരിപ്പിക്കേണ്ടതാണ്. അവർ ഈ രാജ്യം ഭരിക്കല്ലേ, അവർ റെപ്രസെൻ്റ് ചെയ്യല്ലേ, മൊത്തം ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറണ്ടേ. അത് ചെയ്യുന്നില്ല. കോൺഗ്രസും അതേപോലെ തന്നെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ മതന്യൂനപക്ഷങ്ങൾ നല്ലൊരു ശതമാനം പെർസെൻറ്റേജ്, കൂടുതലല്ലെങ്കിലും ഒരു ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള അവരെ അക്കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം തീർക്കാൻ വേണ്ടി ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ന്യൂനപക്ഷ പ്രാതിനിധ്യം പാർലമെന്റിൽ അത്തരം ഇടങ്ങളിൽ ഇത് ചെയ്യുന്നു. സംഘടനാ സെക്രട്ടറിക്ക് ഒരു അജണ്ട ഉണ്ടെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു ഇദ്ദേഹം ഈ വീടിന്റെ ഐശ്വര്യമാണ് BJP. ശരി, നമുക്ക് എനിക്ക് താങ്കൾക്ക് പ്രചരണത്തിന് സമയമായി. ഇന്ന് കുറേ പരിപാടികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ വർഗീയ പ്രചരണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് താങ്കളുടെ അദ്ദേഹം ചൊല്ലിയ കവിത ഇതിനകം തന്നെ വൈറലായി അല്ലേ? അപ്പോൾ ആ സമയത്ത് മനസ്സ് എപ്പോഴെങ്കിലും വിഷമിക്കാറുണ്ട്. കാര്യം ഞാൻ ഉള്ളത് സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കഴഞ്ചൊരു അണുവിൻ്റെ അതിനേക്കാൾ എത്രയോ ഇതുണ്ട്. ഒരു പോലും വർഗീയമായി ഞാൻ ചിന്തിക്കുന്ന ആളല്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. എല്ലാ മതങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം മതം തന്നെയാണ്. മറ്റു മതങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളും. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ബൈബിളിൽ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. അയൽക്കാരനെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാനെന്ന് പറയുന്നില്ല അതിനകത്ത്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ നിനക്ക് വയറിണച്ച് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീ മുസ്ലിം എന്നൊന്നും അതിനകത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടില്ല. ലോകോ സമസ്തോ സുഖനോ ഭവന്തോ എന്ന് പറയുന്നുണ്ട്, പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മൾ കോട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ മഹത് ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഒരു അമുസ്ലിമായ ഒരാളുടെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ സഹാബി ചോദിച്ചു, എന്താണ് ഈ മറ്റു മതക്കാരനാണല്ലോ, അത് നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, എല്ലാ മൃതശരീരത്തെയും ബഹുമാനിക്കണം. ഈ പാഠമാണ് ഞാൻ പഠിച്ചു വയ്ക്കുന്നത്, അല്ലാതെ മറ്റവനെ ശത്രുവായിട്ട് കാണാൻ വേണ്ടിയല്ല. ഈ മെസ്സേജാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു ശ്രീ ആരിഫ് MP നമ്മളോടൊപ്പം ചേർന്നതിൽ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിഷമം നമ്മളുമായി പങ്കുവച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും. പക്ഷേങ്കിലും കനലൊരു തരിമരി എന്ന് പറഞ്ഞതുപോലെ ജ്വലിക്കുക, ആവോളം ജ്വലിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജ്വലിക്കുമ്പോൾ ഈ ചൂട് മറികടക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചോണം ധാരാളം, കേട്ടോ. താങ്ക് യു. ആരിഫ് MP ആണ് നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ ഈ തണ്ണീർപ്പന്തലിൽ നിന്ന് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് ചായക്ക് വിളിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഒരു നല്ല കട്ടൻ ചായ എനിക്ക് വേണ്ടി. തീർച്ചയായും. താങ്ക് യു. താങ്ക്സ്.